ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പം കുറച്ച് വോൺടോൺസ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. വോൺടോൺസ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ റീലിൽ കണ്ടതാണ്. ഒരു ചൈനീസ് വിഭവം ആണ്. അപ്പോൾ നമ്മുടെ ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. എന്തായാലും പെരുന്നാളൊക്കെ തീരാറായി. അപ്പോൾ ഇതിന് കുറച്ച് നമ്മൾ നല്ലപോലെ മിൻസ് ചെയ്തിട്ടുള്ള ചിക്കൻ, അതിനകത്തേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ മല്ലിയില, സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെളുത്തുള്ളി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് വെക്കുക. അതാണ് അതിൻ്റെ ഒരു ബാറ്റർ. നമ്മുടെ മോമോസിനൊക്കെ ആക്കുന്ന പോലെ. വേണമെങ്കിൽ ഇച്ചിരി സോയാ സോസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം ഇത് നമ്മുടെ ഈ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതിനകത്താണ് ചെയ്യുന്നത്. വോൺടോൺസിൻ്റെ ഷീറ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ആയാലും മതി. അപ്പോൾ സമൂസ ഷീറ്റിൽ ഇതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാട്ടോ. ഇങ്ങനെ ഒട്ടിയിരിക്കൂല, മൈദയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. അപ്പോൾ ഇതേപോലെ ഒട്ടിയിരിക്കൂല. അപ്പോൾ ഞാൻ പിന്നെ അത് ഒരു ക്രൗൺ ഷേപ്പ് ഇല്ലേ, നമ്മുടെ ഒരു കിരീടത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പ് ഞാൻ കൊടുത്തു കേട്ടോ. മറ്റേത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ വോൺടോൺസിൻ്റെ ഷേപ്പ് ആദ്യം കാണിക്കുന്നത്. പിന്നെ നമുക്കൊരു ഈസി മെത്തേഡിന് ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കൂടുതൽ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ വോൺടോൺസിൻ്റെ രൂപത്തിലും അല്ലാത്തതൊക്കെ സാധാ രൂപത്തിലും ആക്കി കേട്ടോ. പിന്നെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ വറുത്ത് പോരാ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോമോസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഫ്രൈഡ് മോമോസ്, അതൊക്കെ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ആട്ടോ. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സമൂസയില് കുറച്ചും കൂടെ ഒരു ചൈനീസ് ടച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അത് തന്നെ. സംഭവം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കുട്ടി കുട്ടി സംഭവങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കഴിക്കും. അതായത് പിറക്കി തിന്നുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതും സോസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഷെസ്വാൻ അങ്ങനത്തെ ഡിപ്പും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഒത്തിരി അങ്ങ് എടുത്തോളൂ. ഇത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൽ പെർഫെക്റ്റ് ആയിട്ട്, അതായത് എനിക്കിഷ്ടപ്പെട്ടത് ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു പെട്ടെന്ന് ഒരാളോട് ഒരു സ്നാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിതായിരിക്കും പറയുന്നത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഒത്തിരി മസാല ഒന്നും നമ്മൾ ഉണ്ടാക്കി എണ്ണയിൽ മസാല ഒന്നും ഉണ്ടാക്കിയൊന്നും ചെയ്യണ്ട. പെട്ടെന്ന് ഇച്ചിരി ചിക്കൻ എടുക്കുക, ഇങ്ങനെ ആക്കുക, വറുത്ത് പോരുക, അത്രേ ഉള്ളൂ. സംഭവം പെട്ടെന്ന് കഴിയും കേട്ടോ. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കി വോൺടോൺസ് ഒക്കെ റെഡിയായി. പിന്നെ കുറച്ച് നമ്മുടെ മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബജി ഉണ്ടാക്കാൻ കരുതി. വോൺടോൺസ് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 4-5 വലിയ സമൂസ ഷീറ്റ് ഞാൻ ചെറുതാക്കി അത്ര ഉണ്ടാക്കി എടുത്തത്. അപ്പോൾ അത് തികയൂല. ഒരാൾക്ക് തന്നെ ഒരു 10 എണ്ണമൊക്കെ ചിലപ്പോൾ ഇരുന്നിരിപ്പിൽ അങ്ങോട്ട് തിന്നും. ചെറുതാണ്, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, തീരെ ചെറുതാണ്. അപ്പം ഞാൻ കുറച്ച് ബജിമുളക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും കൂടെ എടുത്തൊന്ന് വറുക്കാമെന്ന് കരുതി. അത് നോമ്പ് 2നോ 3നോ മേടിച്ചതാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് എടുത്ത് തീർത്തതാണേ. അതിൻ്റെ ഇടയ്ക്കൂടെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഇറാനി പോള ഇല്ലേ, അത് ഉണ്ടാക്കി. അത് എണ്ണ ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇക്കാക്ക് സെപ്പറേറ്റ് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു വിടൂല, നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ എണ്ണ വേണ്ടാന്ന് പറഞ്ഞ കാരണം അങ്ങനെ എനിക്കാക്ക് കുറച്ച് അത് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇന്ന് ഷമാമാണ്. അപ്പോൾ കുറച്ച് പച്ചയായിരുന്നു, പക്ഷെ എന്തായാലും അത് പാല് ചേർത്ത് അടിച്ചു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കുറച്ച് പഴുപ്പായതായിരുന്നു, ഒത്തിരി പഴുപ്പായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ബൂസ്റ്റും പിന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ടപ്പം സംഭവം വലിയ ആ ഒരു രുചി വ്യത്യാസമൊന്നും അറിഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും സാധനങ്ങളും കട്ട് ഫ്രൂട്ടൊക്കെ ആയിട്ട് നോമ്പ് തുറന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.